പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 18 തിങ്കൾ. പ്രധാന വാർത്തകൾ. ദേശീയ ദിനം പ്രമാണിച്ച് 174 തടവുകാർക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മോചനം നൽകി. വിദേശികളും മോചനം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വിവിധ കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്നവരാണ് ജയിൽ മോചനം നേടുന്നത്. 54-ാം ദേശീയ ദിനം ആഘോഷിക്കുന്ന സുൽത്താനേറ്റിനും പ്രിയ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിനും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആശംസകൾ നേർന്നു. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ഏറെക്കാലം രാജ്യത്തെ നയിക്കാൻ ആയുരാരോഗ്യമുണ്ടാകട്ടെയെന്നും രാജ്യത്തെ ജനതയ്ക്ക് കൂടുതൽ അഭിവൃദ്ധിയുണ്ടാകട്ടെയെന്നും കാന്തപുരം ആശംസിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിൽ നൂറ്റാണ്ടുകളായി ഊഷ്മളമായ ബന്ധമാണ് പുലർത്തിവരുന്നത്. ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രമാണ് ഒമാൻ. ഇവിടുത്തെ ഭരണാധികാരികൾ പ്രവാസി സമൂഹത്തിന് വലിയ കരുതൽ നൽകുന്നതായും കാന്തപുരം പറഞ്ഞു. ഒമാനിലെ പ്രവാസി വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി കലാലയം സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 14ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ് സമാപിച്ചു. 8 വിഭാഗങ്ങളിൽ 59 ഇനങ്ങളിലായി അൽ ഹൈൽ പ്രിൻസ് പാലസിൽ നടന്ന വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ 255 പോയിന്റുകളുമായി ബർക്ക സോൺ ജേതാക്കളായി. ബൗഷർ മസ്കത്ത് സോണുകൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഒമാൻ ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സാലം ബിൻ സയ്യിദ് അൽ ഹബ്സിയും ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി. ധനകാര്യ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും ഒമാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ ഉന്നതതല പ്രതിനിധികളും സന്നിഹിതരായിരുന്നു. ഇരു രാഷ്ട്രങ്ങളുടെയും പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സാമ്പത്തിക മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്തു. കൂടാതെ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ശക്തവും സൗഹൃദപരവുമായ ബന്ധം വ്യാപിക്കുന്നതിന് പൊതുവായ താൽപര്യമുള്ള നിരവധി കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു. സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത്. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സീബ്, ബർഖ വിലായത്തുകളിലെ ചില ഭാഗങ്ങളിൽ ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി റോയൽ ഒമാൻ പോലീസ്. സീബ് വിലായത്തിലെ അൽ ബർക്ക പാലസ് റൗണ്ട് എബൌട്ട് മുതൽ ബർക്ക വിലായത്തിലെ ഹൽബാൻ ഏരിയ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് റോയൽ ഒമാൻ പോലീസ് പറഞ്ഞു. ഡ്രൈവർമാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പൊതുതാൽപര്യങ്ങൾക്കായി പോലീസുകാരുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. സുൽത്താനേറ്റിന് ഇന്ന് 54-ാം ദേശീയ ദിനം. ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാജ്യം ദേശീയ ദിനത്തെ വരവേറ്റു. നാടെങ്ങും ആഘോഷലഹരിയിലാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേറിട്ട പരിപാടികളോടെ രാഷ്ട്രത്തിന്റെ സന്തോഷ ദിനത്തിൽ പങ്കുചേരും. റോയൽ ഒപ്പേറ ഹൗസ് ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിലെ വിവിധ കെട്ടിടങ്ങളാണ് മൂവർണ്ണ നിറങ്ങളിൽ മിന്നുന്നത്. വാണിജ്യ സ്ഥാപനങ്ങളിലും ബഹുനില കെട്ടിടങ്ങളിലുമെല്ലാം പതാക നിറങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഇതോടെ രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ മൊഞ്ചേറുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. നിഖില മേഖലകളിലും മുന്നേറ്റം സാധ്യമാക്കിയാണ് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ രാജ്യം നേട്ടങ്ങൾ കൈവരിച്ചു മുന്നേറുന്നത്. പൗരന്മാർക്ക് പ്രയോജനപ്പെടുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സമീപനങ്ങൾ നടപ്പാക്കിയാണ് സുൽത്താനേറ്റ് മുന്നേറുന്നത്. സമഗ്രമായ വികസന ജൈത്രയാത്ര ലക്ഷ്യമിട്ടുള്ള ദിശകളും നയങ്ങളും ഒമാൻ രൂപപ്പെടുത്തും. വികസന സുസ്ഥിരത സംരക്ഷിക്കുകയും രാജ്യത്തിന്റെ നേട്ടങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിലെ എല്ലാവർക്കും അന്തസ്സാർന്ന ജീവിതം ഉറപ്പുവരുത്തും. മുതിർന്ന പൗരന്മാർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, അനാഥകൾ, വിധവകൾ തുടങ്ങിയവർക്ക് നിശ്ചിത തുക ലഭിക്കുന്നതാണിത്. കുടുംബ വരുമാന സഹായം, സാമൂഹിക ഇൻഷുറൻസ് പദ്ധതികൾ, തൊഴിൽ സുരക്ഷ തുടങ്ങിയവയെല്ലാം പ്രത്യേക പരിഗണനയിൽ കാണുന്നു. ഒമാൻ വിഷൻ 2040 വിദ്യാഭ്യാസത്തിനും പഠനത്തിനും ഗവേഷണത്തിനും ദേശീയ നൈപുണ്യക്കും മുഖ്യസ്ഥാനം നൽകുന്നു. വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയ്ക്കും മത്സരാധിഷ്ഠിത ദേശീയ മനുഷ്യവിഭവത്തിനും ഇത് മുതൽക്കൂട്ടാകും. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നത്. രാജ്യത്തെ സമൂഹത്തെ ലക്ഷ്യമിട്ട് വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കിവരുന്നു.
എല്ലാ തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യാനും പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ശരിയായ അന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഗവർണറേറ്റുകളിലും നഗരങ്ങളിലും സുസ്ഥിര വികസനത്തിന് മുൻഗണന നൽകുന്നതും അജണ്ടയിലുണ്ട്. ഒമാൻ ദർശനം 2040 സ്തംഭങ്ങളിലൊന്നും ഇതാണ്. അധികാര വികേന്ദ്രീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക ഭരണത്തിന്റെ വികാസമാണ് ലക്ഷ്യമിടുക. ഇതിനായി ഗവർണറേറ്റ് സിസ്റ്റവും മുനിസിപ്പൽ കൗൺസിൽ നിയമങ്ങളും കൊണ്ടുവരുന്നു. മസ്കത്ത് വിലായത്തിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ അകപ്പെട്ട 2 പേരെയും സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് നിലം പതിക്കുകയായിരുന്നു. ഉടൻ സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസിന്റെ ഇടപെടൽ 2 പേരെയും രക്ഷപ്പെടുത്തുന്നതിന് സഹായകമായി. ഒമാന്റെ 54ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ഇന്ന് അൽ സമൂദ് ക്യാമ്പിൽ നടക്കും. മിലിട്ടറി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും. റോയൽ ഒമാൻ എയർഫോഴ്സ്, റോയൽ നേവി ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ പ്രത്യേക സേന, റോയൽ ഒമാൻ പോലീസ്, റോയൽ കോർട്ട് അഫയേഴ്സ്, റോയൽ കാവൽറി, റോയൽ ഗാർഡ് കാവൽറി ഓഫ് ഒമാൻ വിഭാഗങ്ങൾ പങ്കെടുക്കും. രാജകുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിൽ, ഷൂറ, കൗൺസിൽ ചെയർമാൻമാർ, അംഗങ്ങൾ, ഉപദേശകർ, അറബ് വിദേശ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ, അണ്ടർ സെക്രട്ടറിമാർ, ഗവർണർമാർ, വിരമിച്ച സൈനിക കമാൻഡേഴ്സ്, ജഡ്ജിമാർ, പബ്ലിക് പ്രോസിക്യൂഷൻ അംഗങ്ങൾ, വാലിമാർ തുടങ്ങിയവരും സന്നിഹിതരാകും. ഇബ്ര KMCC സംഘടിപ്പിച്ച ബഷീർ സാഹിബ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ മസ്കത്ത് ഹാമേഴ്സ് FC ജേതാക്കളായി. FC നിസ്വ ആണ് റണ്ണേഴ്സ് അപ്പ്. ഫൈനലിലെ മികച്ച കളിക്കാരനായി മസ്കത്ത് ഹാമേഴ്സിന്റെ ഫാസിൽ, ടൂർണമെന്റിലെ മികച്ച ഡിഫൻഡർ ആയി ചെമ്മു മസ്കത്ത് ഹാമേഴ്സ്, ടോപ്പ് സ്കോറർ ആയി ശ്രീജിത്ത്, ടൂർണമെന്റിലെ മികച്ച കളിക്കാരൻ ആയി ഷഹീർ. ഇരുവരും FC നിസ്വ മികച്ച കീപ്പറായി അച്ചു മസ്കത്ത് ഹാമേഴ്സ് എന്നിവരെ തിരഞ്ഞെടുത്തു. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും കൂടാതെ നിരവധി സമ്മാനങ്ങളും നൽകി. അൽ-വുസ്ത ഗവർണറേറ്റിലെ മഹൂത്ത് വിലായത്തിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ 22 പ്രവാസികൾ പിടിയിലായി. സർബ് തീരദേശ മേഖലയിൽ മത്സ്യസംരക്ഷണ നിയന്ത്രണ സമിതി, റോയൽ ഒമാൻ പോലീസിന്റെ സഹകരണത്തോടെ കൂടിയായിരുന്നു പരിശോധന. പുറംകടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന പ്രവാസി തൊഴിലാളികളാണ് പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടതെന്നും അൽ-വുസ്ത ഗവർണറേറ്റ് കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പ്രതികളെ തുടർ നടപടികൾക്കായി ദുഃഖം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.